വീണ്ടും ജ്വാലയായി ഒരോർമ്മ പുതുക്കൽ. ഒരു കുഞ്ഞിനെ വേണമെന്നുള്ള ബോബന്റെയും അന്നാമ്മയുടെ ആഗ്രഹത്തിന് സെലീന വഴങ്ങുന്നു. ബോബൻ നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് സ്വപ്നം കാണാറില്ലേ? അല്ല, എനിക്കൊരു സംശയം. എന്റെ കെട്ടിയോള് സെലീന തന്നെയാണോ ഈ സംസാരിക്കുന്നതെന്ന്. ഞാൻ ബോബന്റെ അമ്മച്ചി ഒരുപാട് നോവിച്ചു. എനിക്കറിയാം, നിങ്ങൾ രണ്ടാളും ഒരു കുഞ്ഞിനു വേണ്ടി ഒരുപാട് കൊതിച്ചിരുന്നു എന്ന്. ഞങ്ങള് മനുഷ്യരല്ലേ? അക്കാര്യം പറയുമ്പോ നിനക്ക് വല്ലാത്ത ദേഷ്യമായിരുന്നല്ലോ ഇതുവരെ. അതുകൊണ്ട് ഇനി മേലിൽ പറയില്ലെന്ന് വിചാരിച്ചിരിക്കായിരുന്നു. ആ തീരുമാനം നമുക്കങ്ങ് മാറ്റണ്ടേ? അമ്മച്ചിയുടെ ആഗ്രഹം പോലെ അടുത്ത വർഷം നമ്മുടെ കുഞ്ഞിന്റെ മാമോദിസ ചടങ്ങ് നടത്തണം. ഞാനിത് വിശ്വസിക്കണോ? വേണം ബോബ. എനിക്കൊരു അമ്മയാവണം, എന്റെ ബോബന്റെ കുഞ്ഞിന്റെ അമ്മ. വിധിയുടെ വിളയാട്ടം അന്നാമ്മയുടെ സ്വപ്നങ്ങൾ തല്ലിത്തകർത്തു. ASPക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ചില പോറലുകൾ മാത്രമേ ഉള്ളൂ. അതർവൈസ് ഷീസ് ഓൾ റൈറ്റ്. നാളെ വാർഡിലേക്ക് മാറ്റും. ഇന്ന് ICUലായിരിക്കും. പുറത്തു കൊണ്ടുവരുമ്പോ കണ്ടാ മതി. മയക്കത്തിലായിരിക്കും, സംസാരിക്കാൻ ശ്രമിക്കണ്ട. ഈ വീഴ്ചയില് വേറെ കുഴപ്പമൊന്നുമില്ല എന്നുള്ളത് അത് നമുക്ക് നാളെ ഒന്ന് സ്കാൻ ചെയ്ത് ഉറപ്പിക്കാം. എന്തായാലും പേടിക്കാനൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ ഒരു കുഞ്ഞ് ഉണ്ടായിട്ടില്ലെന്ന് കരുതിക്കോ നീ. അല്ലാതെ നീ ഇവിടെ കിടന്ന് തൊള്ള തുറന്ന ചത്ത കുഞ്ഞ് തിരിച്ചു വരുമോ? ആശിച്ചു പോയി, അപ്പൊ സങ്കടം ഉണ്ടാവും. എന്നാലും നീ ഇങ്ങനെ വിഷമിക്കാതെ, കരയാതെ എന്റെ അന്നാമ്മേ. പരസ്പരം സ്നേഹിച്ചിരുന്ന ബോബനും സെലീനയ്ക്കും വേർപിരിയേണ്ടി വന്നു. വളരെ പ്രതീക്ഷകളോടെ ബോബന് മറ്റൊരു വിവാഹം കഴിപ്പിച്ച ഫിലിപ്പോസിന്റെയും അന്നാമ്മയുടെയും മുന്നിൽ ഒരു അഗ്നിപർവ്വതം പോലെ അവൾ വന്നു, ടീന. ഇത് എന്റെ ഫസ്റ്റ് നൈറ്റാ. എന്റേതല്ല. അറിയാം. ഈ ഫസ്റ്റ് നൈറ്റിന്റെ ചിട്ടവട്ടങ്ങളൊന്നും എനിക്കറിയത്തില്ല ബോബൻ. ടീന, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. എന്തൊരാളും ബഹളമൊക്കെ ആയിരുന്നു. എനിക്കൊന്ന് ഉറങ്ങിയാ മതിയെന്ന് തോന്നുക. എനിക്കും നല്ല ക്ഷീണമുണ്ട്, പക്ഷേ ഉറങ്ങാൻ തോന്നുന്നില്ല ബോബൻ. വല്ലാത്ത തലവേദനയുണ്ട്. അയ്യോ, ബാം പൊട്ടിത്തണോ? ഏയ് വേണ്ട, ഒന്ന് ഉറങ്ങിയാ എല്ലാം മാറിക്കോളും. ആ സോറി ബോബൻ, ഞാൻ പാല് തന്നില്ല. ഓ, പാല് കുടിക്കാനുള്ളൊരു മൂടൊന്നുമില്ല. ടീന കുടിച്ചോളൂ. അയ്യോ, എനിക്ക് വേണ്ട. എനിക്ക് ഈ രാത്രി മുഴുവൻ ബോബനോടൊപ്പം ഇങ്ങനെ ഉറങ്ങാതിരിക്കണം. ടീന, ഐ എം സോറി. എനിക്കൊരല്പം വിശ്രമിക്കണം. റിച്ചിയും ടീനയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം അതിരുകൾ ലംഘിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇതെന്നാ പേടിയാ മൊണ്ടൻ. ഞാൻ പറഞ്ഞില്ലേ, ബോബൻ നാളെ രാവിലെ വരും. കുരിശുമലയിൽ പോയ അമ്മച്ചി എത്തണമെങ്കിൽ രാത്രി 9 മണി കഴിയും. ഇന്ന് നമ്മുടെ ദിവസം ഇറച്ചി. വേണ്ട ടീന, കുഴപ്പമൊന്നും വേണ്ട. കുഴപ്പോ?
ഇനി എന്ത് കുഴപ്പം? തെങ്ങുംപൂട്ടി തറവാട്ടിന്ന് ഫിലിപ്പോസിനെയും ബോബനെയും അന്നാമ്മയെ അടിച്ചിറക്കി നമ്മൾ വാഴാൻ പോവാ. ഇന്നാണ് അതിന് തുടക്കം. ആ, സ്വത്തിന്റെ കാര്യം നീ സെലീനോട് സംസാരിച്ചോ? സംസാരിച്ചു, പക്ഷെ അത് നടക്കത്തില്ല ടീന. അതെന്നാ? ഡാഡി സമ്പാദിച്ച സ്വത്തുക്കൾ വേറെ ആരുടെയും പേരിൽ എഴുതാൻ പറ്റില്ലെന്നാ സെലീന പറയുന്നത്. നീ അവളോട് നേരാവണ്ണം സംസാരിച്ചു കാണത്തില്ല. എന്റെ കൂടെ ജീവിക്കണമെന്ന് ആഗ്രഹമില്ല നിനക്ക്? നിന്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിക്കുമ്പോ നീ ഒരു വീട്ടിലും ഞാൻ വേറൊരു വീട്ടിലും ആയാൽ എങ്ങനെയാ? ഈ വയറ്റിൽ കിടന്ന് നിന്റെ മോൻ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ഞാനിപ്പോ എന്താ വേണ്ടത്? എന്റെ തലയാകെ പെരുത്തു നിൽക്കുന്ന അവസ്ഥയിലാ. നിന്നോട് സെലീനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞതിന് ഒറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ, പണം. അത് നിനക്ക് നേടാൻ പറ്റത്തില്ലെങ്കിൽ ഇട്ടെറിഞ്ഞിട്ട് പോരെ. ടീന, നിനക്ക് ഞാൻ വാങ്ങി തന്ന 5 ലക്ഷം രൂപ തന്നെ വലിയ ഇഷ്യൂ ആയി. കടങ്ങൾ വീട്ടാൻ എടുത്തുന്നാ ഞാൻ പറഞ്ഞത്. പക്ഷെ നേരത്തെ പറയാതെ ചെയ്തതുകൊണ്ട് സെലീനയ്ക്ക് എന്തോ ഒരു വിശ്വാസക്കുറവ് വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ സ്വത്ത് വേണമെന്നും കൂടെ ഞാൻ ആവശ്യപ്പെട്ടത്. ഞാൻ ആകപ്പാടെ വല്ലാത്തൊരു അവസ്ഥയിലായിപ്പോ. എല്ലാം നിനക്ക് വേണ്ടിയാ. എനിക്കറിയാം റിച്ചി നിന്റെ സ്നേഹം. നീയും ഞാനും പിന്നെ നമ്മുടെ മോനും കോടിക്കണക്കിന് സ്വത്തുക്കളും എല്ലാം വിറ്റു തൊലച്ച് പണവുമായി നമുക്കിവിടം വിടണം. ദൂരെ, ഒരുപാട് ദൂരെ, നമ്മൾ മാത്രമായ ഒരു ലോകം നമുക്കുണ്ടാക്കണം. എടി, ദ്രോഹി, ചതിച്ചു കളഞ്ഞല്ലോ നീ ഞങ്ങളെ. കൊന്നു കുഴിച്ചു മൂടി ഞാൻ. എടി, കൊന്നു കളയുന്നില്ല ഞാൻ. എടി, എടി, ദ്രോഹി, എന്റെ മോനെ ചതിച്ചു കൊന്നു കളയുന്നില്ല ഞാൻ. ടീനയുടെ സ്വഭാവം മനസ്സിലാക്കിയ ബോബൻ അവളിൽ നിന്ന് മോചിതനായെങ്കിലും റിച്ചിയുടെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞാണെന്ന് കരുതി തന്നോടൊപ്പം താമസിപ്പിച്ചു. ഒരുമിച്ചുള്ള ജീവിതം വീണ്ടും സ്വപ്നം കണ്ട ബോബന്റെയും സെലീനയുടെയും മുന്നിൽ അന്നാമ്മ ചേട്ടത്തി ഒരു പ്രതിബന്ധമായി മാറി. പെറാൻ കഴിവില്ലാത്ത ഇവള് പോയി കല്യാണം നടത്തി കൊടുത്താ ആ പെങ്കൊച്ചും മച്ചിയായി പോവും. അല്ല പിന്നെ സ്വന്തം പാവം എന്തിനാ വേറൊരാളുടെ തലയെ കെട്ടിവെക്കുന്നേ? അമ്മച്ചിക്ക് എന്നാ പരിസരബോധം ഇല്ലാതായോ? വെറുതെ അവളെ വിഷമിപ്പിക്കാനായിട്ട്. അതേടാ, അമ്മച്ചിക്ക് ഒരു ബോധവും ഇല്ല. ഉണ്ടായിരുന്നെങ്കിൽ ആ റിച്ചാർഡിന്റെ കൊച്ചിനെയും കൊണ്ട് നീ വന്നപ്പോ ഞാൻ സമ്മതിച്ചു തരുമായിരുന്നോ? ഇപ്പൊ ഒരു കുഞ്ഞിനെ തരാൻ പറ്റാത്ത ഒരുത്തിയെ നീ കൊണ്ടു കിടക്കുന്നത് കണ്ടിട്ട് മിണ്ടാതിരിക്കുമ്പോ എനിക്ക് ബോധമില്ലെന്ന് തന്നെ നീ പറയണം. സെലീനെ കുറിച്ച് അമ്മച്ചി ഇനി ഒന്നും മിണ്ടണ്ട. അവൾക്ക് എന്നോടുള്ള സ്നേഹം അമ്മച്ചിയെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. എന്ന് നീ അങ്ങ് തീരുമാനിച്ചാ മതിയോ? എടാ, സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രവൃത്തിയിലും കാണിക്കണം. ഇവള് വിചാരിച്ച നിനക്ക് സന്തോഷത്തോടെ സമാധാനത്തോടെയും ഇനി ഈ വീട്ടിൽ കഴിയാം. അതിന് ഇവള് പ്രസവിക്കുമൊന്നും വേണ്ട. അമ്മച്ചി പറ, ബോബന്റെ സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്നെ വേണമെങ്കിലും ചെയ്യാം. അല്ലാതെ വെറുതെ എന്നെ ഇങ്ങനെ കുത്തി നോവിക്കരുത്. എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്. നിന്റെ സമ്മതത്തോടെ ബോബനെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിക്ക്. ഒരിക്കൽ മരിച്ചുപോയി എന്ന് കരുതിയ കൊച്ചു ത്രേസ്യ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എല്ലാം മറന്ന് സന്തോഷിച്ചയാളാണ് കൃഷ്ണപിള്ള. പക്ഷേ ഫിലിപ്പോസിന്റെ ദുഷ്ടത മൂലം കൊച്ചു ത്രേസ്യ കൃഷ്ണപിള്ളയിൽ നിന്നും അകന്നു നിൽക്കുന്നു. കൊച്ചിന് ഓർമ്മ തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് കൃഷ്ണപിള്ള. എങ്ങനെയുണ്ട് സിസ്റ്ററെ? വല്ല വ്യത്യാസമുണ്ടോ? ഉവ് 2-3 തവണ ബോധം വീണു. എന്നിട്ട് വല്ലോ സംസാരിച്ചോ? ഞാൻ എവിടെയാന്ന് ചോദിച്ചു. പിന്നെ കുഞ്ഞെവിടാന്നോ മറ്റോ ചോദിച്ചു. എനിക്ക് വ്യക്തമായില്ല സാർ. പിന്നങ്ങ് മയങ്ങി. ഒക്കെ നേരെയാവോ അപ്പൂപ്പ? ത്രേസ്യാമ്മച്ചിക്ക് ദൈവം നല്ലതേ വരുത്തൂ. കൊച്ചേ, ഞാനാ കൊച്ചേ, കൃഷ്ണപിള്ള. ദേ, സെലീന മോളും വന്നിട്ടുണ്ട്. കുറച്ചു കാലം കൊച്ചു വളർത്തതല്ലേ ഇവളെ. കണ്ണു തുറന്ന് ഞങ്ങളോട് വല്ലതും പറ കൊച്ചേ. ത്രേസ്യാമ്മച്ചി, ദേ അപ്പൂപ്പനെ വിളിക്കുന്നേ. കണ്ണു തുറക്ക് ത്രേസ്യാമ്മച്ചി.
കൊച്ചേ 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 ത്രേസ്യാമ്മച്ചി, ഔസേപ്പച്ചൻ എവിടെ? ആ കൊച്ചുങ്ങളെ വേർപിരിക്കരുതെന്ന് പറയണം. കണ്ടില്ലേ ആരുടെ കാര്യ പറയുന്നെന്ന്? എന്റെ ഔസേപ്പച്ചൻ, നിന്റെ വല്യപ്പച്ചന്റെ കാര്യ മോളെ പറയുന്നത്. ഓ, ഔസേപ്പച്ചനെയും സോഫിയൊക്കെ ഓർമ്മയുണ്ട്. ത്രേസ്യാമ്മച്ചി, ത്രേസ്യാമ്മച്ചി, കൊച്ചേ ത്രേസ്യാമ്മച്ചി. ഇനി വിളിക്കണ്ട. ചിലപ്പോ കുറച്ച് കഴിഞ്ഞിട്ട് ബോധം വീണോളൂ. മോക്ക് മനസ്സിലായോ കൊച്ചുങ്ങളെന്ന് പറഞ്ഞത് ആരെ പറ്റിയാണെന്ന്? ഇല്ല പുപ്പ. അനന്തന്റെയും സോഫിയുടെയും കാര്യ. അവരെ തമ്മിൽ പിരിക്കരുതെന്നാ പറഞ്ഞത്. അപ്പൂപ്പ, അതിന്റെ അർത്ഥം ത്രേസ്യാമ്മച്ചി ഉരുൾപൊട്ടലിന് മുമ്പുള്ള പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടെന്നല്ലേ? അതേ കുഞ്ഞെ, ഔസേപ്പച്ചനെയും അനന്തനെയും സോഫിയൊക്കെ കൊച്ചിന് ഓർമ്മയുണ്ട്. അപ്പോ അപ്പോ എന്നെ ഓർമ്മ കാണത്തില്ലേ കുഞ്ഞെ? കാണൂ ഉപ്പ, തീർച്ചയായും ത്രേസ്യാമ്മച്ചി അപ്പൂപ്പനെ തിരിച്ചറിയും. എന്റെ ദൈവങ്ങളെ, എന്റെ കൊച്ചിനെ എനിക്ക് തിരിച്ചു തരണേ. പണക്കൊതിയനായ ഫിലിപ്പോസിനെ അന്നാമ്മ കൂടി ഉപേക്ഷിച്ചതോടെ അയാളുടെ മാനസിക നില ഭ്രാന്തമായ അവസ്ഥയിലേക്ക് മാറുന്നു. താനായിരുന്നോ? പിന്നല്ലാതെ എന്നതാ അച്ഛാ ഇതൊക്കെ? ഞാൻ കരുതി എന്റെ സ്വത്തുക്കളൊക്കെ അടിച്ചോണ്ട് പോകാൻ വന്ന ഏതോ കള്ളനാണെന്ന്. താനെപ്പോഴാ ഇതിനകത്ത് കയറിയത്? അച്ചായനല്ലയോ എനിക്ക് തലയുടെയും പുതപ്പൊക്കെ എടുത്ത് തന്നേ. തട്ടുകടയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന പൊറോട്ടയും താറാവ് കറി കഴിച്ചത് ഓർമ്മയില്ലയോ? ഞാനേ ചുമ്മാ ചോദിച്ചതാ. ആ എന്നാ താൻ കിടന്നോ. ആ മാത്യൂസേ, താൻ ഉറങ്ങരുത് കേട്ടോ. ഇല്ല ഇല്ല, കള്ളന്മാര് വരുന്നുണ്ടോന്ന് നോക്കിക്കോണം. ആ പാർവതിയുടെ മകൾ മൃദുല കരുമനെ സ്നേഹിക്കുമ്പോൾ അത് ചിന്നുവിന്റെയും കരുമന്റെയും പ്രണയസാഫല്യത്തിന് വിലങ്ങുതടിയാവുന്നു. എനിക്ക് കരുമനെ ഒന്ന് കണ്ടാ മാത്രം മതി. ഇല്ല, കുഞ്ഞിപ്പ കരുമനെ കാണണ്ട. ഇപ്പോഴൊന്നല്ല, ഇനി ഒരിക്കലും കാണണ്ട. എനിക്ക് കാണണം. ഇല്ല, കുഞ്ഞിനറിഞ്ഞൂടാത്തൊരു വലിയ ബന്ധം എനിക്ക് നീരേറ്റ് തറവാടുമായിട്ടുണ്ട്, കുഞ്ഞിന്റെ അമ്മയുമായിട്ടുണ്ട്, കുഞ്ഞിന്റെ അപ്പൂപ്പനുമായിട്ടും ഉണ്ട്. ആ വലിയ മനുഷ്യനെ കുഞ്ഞുനാൾ തൊട്ട് അപ്പാപ്പാന്ന് വിളിച്ച നാവാ ഇത്. ആ നാക്കുകൊണ്ട് അപ്പാപ്പന്റെ കൊച്ചുമോളെ വേദനിപ്പിക്കരുതെന്നുണ്ട് എനിക്ക്. അതുകൊണ്ട് കുഞ്ഞു പോ, ഇനി ഈ കാട്ടിലേക്ക് വരരുത്. എന്താ നിങ്ങൾ എല്ലാരും എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ? അറിഞ്ഞൂടെ നിനക്ക്? ആദ്യം നീ ആരാണെന്ന് സ്വയം ചോദിച്ചു നോക്ക്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി വലിയ പഠിപ്പും വിവരമുള്ള നിനക്കില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഈ നാട്ടിലെ ഏറ്റവും വലിയ തറവാടായ നീരേറ്റിലെ കൃഷ്ണപിള്ളയുടെ കൊച്ചുമോളാ നീ. ഒരു ഡോക്ടറായ പാർവതി കൊച്ചമ്മയുടെ മോള്. ഭർത്താവ് മരിച്ച സങ്കടം ഇപ്പോഴും മാറിയിട്ടില്ലാത്ത ഒരമ്മയുടെ മോള്. അങ്ങനെയുള്ള നീ എന്തിനു വേണ്ടിയാ ഒരു ആദിവാസി ചെറുപ്പക്കാരന്റെ പുറകെ നടക്കുന്നത്? പറ കുഞ്ഞേ, എന്തിനു വേണ്ടിയാ? നിന്നെ സ്നേഹിക്കുന്നവരെയൊക്കെ കണ്ണീര് കുടിപ്പിക്കാനോ? What you mean? നിങ്ങൾ എന്തിനാ എന്നോട് ഇങ്ങനെ പെരുമാറുന്നേ? എനിക്കിഷ്ടമുള്ള ആളെ എനിക്ക് കാണുമെന്ന് തോന്നി, ഞാൻ വന്നു. Why are you so angry with me? മോളെ, നീ എന്റെ അനിയത്തിയാ. ഒത്തിരി വലിയ നിലയിലെത്തേണ്ടവളാ. ചുമ്മാ മനസ്സിൽ കിടുത്ത ഒരു ആരാധന കാരണം വാടിപ്പോവേണ്ടതല്ല നിന്റെ ജീവിതം.
വീട്ടിൽ ചെന്ന് നിന്നെ ജീവനെ പോലെ സ്നേഹിക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കണം, അവരുടെ മനസ്സിനകത്ത് നോക്കണം. അപ്പോ നിന്റെ തെറ്റ് നിനക്ക് മനസ്സിലാവും. ചെല്ലു കുഞ്ഞെ, നേർവഴിക്ക് നടത്താൻ ദൈവത്തോട് പ്രാർത്ഥിക്ക. ചെല്ല്. ഞാൻ ഇപ്പൊ പൊയ്ക്കോളാം, പക്ഷേ എനിക്ക് കരുമനെ കാണാതിരിക്കാൻ പറ്റില്ല. ഐ മീറ്റ് യു. ആരെതിർത്താലും